അടുത്തതായി പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ലെറ്റർ മാത്ത്, അക്ഷരഗണിതം. ഇനി അങ്ങോട്ടുള്ള വലിയ വലിയ ക്ലാസ്സിലും നമ്മുടെ ആനുവൽ എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട പാഠമാണ് ലെറ്റർ മാത്ത്. ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ 6ാം ക്ലാസ്സുകാർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് മാഷ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വീഡിയോ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും 6ാം ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. പട്ടികയിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ മേരിയുടെ വയസ്സും അതുപോലെ ജോണിയുടെ വയസ്സുമാണ് തന്നത്. മേരിക്ക് 1 വയസ്സാവുമ്പോൾ നമ്മുടെ ജോണിക്ക് 5 വയസ്സാവും. അപ്പൊ മേരിക്ക് 2 വയസ്സാകുമ്പോൾ ജോണിക്ക് എത്ര വയസ്സാവും? 6 വയസ്സാവും. മേരിക്ക് അപ്പൊ 3 വയസ്സാകുമ്പോൾ ജോണിയുടെ വയസ്സ് എന്താണ്? 7. മേരിക്ക് അപ്പൊ 4 വയസ്സാകുമ്പോൾ വീണ്ടും അടുത്ത വർഷമായി. അപ്പൊ എന്തായി? മേരിക്ക് 4 വയസ്സായി. ആ സമയം നമ്മുടെ ജോണിക്ക് 7 8 വയസ്സായി. അതുപോലെ തന്നെ മേരിക്ക് 5 വയസ്സായപ്പോ ജോണിക്ക് എന്തായി? 1 വയസ്സ് കൂടി. നമ്മുടെ ജോണിക്ക് 9 വയസ്സായി. അപ്പൊ മേരിയുടെ വയസ്സും ജോണിയുടെ വയസ്സും നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ മേരിയുടെ വയസ്സിലോട്ട് 4 കൂട്ടിയാൽ എന്തായി? ജോണിയുടെ വയസ്സായി അല്ലെ. 1ലോട്ട് 4 കൂട്ടിയതാണ് 5. അതുപോലെ 2ലോട്ട് 4 കൂട്ടിയതാണ് 6. 3ലോട്ട് 4 കൂട്ടിയതാണ് 7. അതുപോലെ മേരിയുടെ വയസ്സിലോട്ട് 4 കൂട്ടിയാൽ നമ്മുടെ ജോണിയുടെ വയസ്സായി. അങ്ങനെ മാഷി ഏറ്റവും ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ മേരിക്ക് 10 വയസ്സാണെങ്കിൽ ജോണിയുടെ വയസ്സ് എന്തായിരിക്കും? മേരിയുടെ വയസ്സിലോട്ട് 4 കൂട്ടിയാലും നമ്മുടെ ജോണിയുടെ വയസ്സായി നമുക്കറിയാം. മേരിക്ക് 10 ആണെങ്കിൽ ജോണിക്ക് 10 + 4 14 വയസ്സായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മേരിയേക്കാൾ 4 വയസ്സിന് മൂത്തതാണ് നമ്മുടെ ജോണി. മേരിയുടെ വയസ്സിലോട്ട് 4 കൂട്ടിയാലും നമ്മുടെ ജോണിയുടെ വയസ്സ് കിട്ടും. അപ്പോൾ ജോണിയുടെ വയസ്സ് എന്താണ്? നമ്മുടെ മേരിയുടെ വയസ്സിലോട്ട് 4 കൂട്ടിയതാണ്. അപ്പോൾ മാഷിത് അതൊരു ഇക്വേഷൻ രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ജോണീസ് ഏജ് ഈക്വൽ ടു മേരീസ് ഏജ് + 4. ജോണിയുടെ ഏജ് മേരിയുടെ ഏജിലോട്ട് 4 കൂട്ടിയതാണെന്ന് മാഷ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. പക്ഷെ മാഷിന് മടിയാവുന്നത് ഇങ്ങനെ ജോണീസ് ഏജ് എന്ന് മുഴുവനായിട്ടും മേരീസ് ഏജ് എന്ന് മുഴുവനായിട്ടും എഴുതാൻ മാഷിന് വയ്യ. മാഷിന് ഭയങ്കര മടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ മാഷ് ട്രിക്ക് ഉപയോഗിച്ചു. എന്താന്ന് വെച്ചാൽ ജോണീസ് ഏജ് എന്ന് മുഴുവനായിട്ട് എഴുതുന്നതിന് പകരം പിന്നെ ഏറ്റവും ആദ്യത്തെ ലെറ്റർ, ജോണിയുടെ ഏറ്റവും ആദ്യത്തെ ലെറ്റർ ഏതാ? ജെ ആണ്. ജെ എന്ന് മാത്രം മാഷ് എഴുതി. ജെ എന്ന് വെച്ചാൽ ജോണീസ് ഏജ് ആണ് മാഷ് മനസ്സിൽ വെച്ചു. അതുപോലെ മേരീസ് ഏജ് എന്ന് മുഴുവനായിട്ട് ഇതിന് പകരം മാഷ് ട്രിക്ക് ഉപയോഗിച്ചു. എന്താണ്? മേരിയുടെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എം ആണ്. അപ്പൊ മേരീസ് ഏജ് എന്ന് വെച്ചാൽ എം എന്നുള്ള ലെറ്റർ ആയിട്ട് മാഷ് എടുത്തു. അപ്പൊ ജെ എന്ന് വെച്ചാൽ എന്താണ്? ജോണീസ് ഏജ് ആണ് മാഷ് മനസ്സിലാലോചിച്ചു. ജോണീസ് ഏജ് എന്ന് മുഴുവനായിട്ട് ഇതിന് പകരം മാഷ് ജെ എന്ന് മാത്രം എഴുതി. അതുപോലെ മേരീസ് ഏജ് എന്ന് മുഴുവനായിട്ട് ഇതിന് പകരം മാഷ് എം എന്നുള്ള ലെറ്റർ മാത്രം എഴുതി. അപ്പൊ മേരിയുടെ ഏജിലോട്ട് എന്ത് ചെയ്താണ് ജോണിയുടെ ഏജ് കിട്ടുക? മേരിയുടെ ഏജിലോട്ട് 4 കൂട്ടിയാൽ മേരീസ് ഏജ് മാഷ് എം എന്നുള്ള ലെറ്റർ ആയിട്ട് എടുത്തത്. അപ്പൊ മേരിയുടെ ഏജിലോട്ട് 4 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ജെ. ജെ എന്തായിരുന്നു? നമ്മുടെ ജോണീസ് ഏജ് എന്ന് മുഴുവൻ എഴുതാതെ മടിപ്പണി എടുത്തതാണല്ലേ. ജെ എന്നുള്ള ചെറിയ ലെറ്റർ ആയിട്ട് മാത്രം എടുത്തു. അപ്പൊ ജോണിയുടെ ഏജ് എന്താണ്? മേരിയുടെ ഏജിലോട്ട് 4 കൂട്ടിയതാണ്. അത് മാഷ് ഒരു ലെറ്റർ മാത്രം ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതി. അപ്പൊ എന്ത് കിട്ടി? ജെ ഈക്വൽ ടു എം + 4 എന്ന് കിട്ടി. ജെ എന്ന് വെച്ചാൽ ജോണീസ് ഏജ് ആണെന്ന് നമുക്കറിയാം. എം എന്ന് വെച്ചാൽ മേരീസ് ഏജ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതുപോലെ മുഴുവനായിട്ട് എഴുതുന്നതിന് പകരം ഒരു ലെറ്റർ മാത്രം എടുത്തിട്ട് ചുരുക്കി എഴുതുന്ന രൂപമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ലൈവായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പാഠം മുഴുവൻ പഠിപ്പിച്ചതിന് വേണ്ടിയിട്ട് മാഷ് വരുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ ആരും മിസ്സാക്കാതിരിക്കുക. ചാനലിലെ എല്ലാ ലൈവുകളും കൃത്യമായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ യൂസ്ഫുൾ ആവുന്നുണ്ട്. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഇപ്പോൾ വീഡിയോ നമ്മുടെ 6ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും ആരും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് വീണ്ടും കാണാം. ലൈവിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.